Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme GT Neo 3 ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. GT Neo 2 ഒരു നല്ല ഫോണായിരുന്നു. അതിൽ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെയായിരുന്നു GT Neo 2. നല്ല വാല്യൂ ഫോർ മണിയുമായിരുന്നു. ആ റേഞ്ചിലെ പല ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലും അതൊരു നല്ല ഫോൺ തന്നെയായിരുന്നു. അതിന്റെ അപ്ഡേറ്റ്, അതായത് പുതിയ വേർഷനാണ് GT Neo 3. അപ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട്, ഇതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇത് ഞാൻ വക തിരിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം GT Neo 3 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കമ്പനി പറയുന്നത് വേൾഡ്സ്, അതായത് ലോകത്തിന്റെ ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോൺ എന്നാണ്. എന്തായാലും ഫോൺ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഒരു ചെറിയ ബോക്സ് കാണാം. അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും, സേഫ്റ്റി ഗൈഡ്, യൂസർ ഗൈഡ്, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്, സിം ടോള്. ഇത് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിന്റെ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ. ഇതൊരു നീല കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ വാങ്ങിക്കാട്ടോ. എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് നീല കളറാണെന്നേ ഉള്ളൂ. ഇതിന് വേറെയും കളറുകളുണ്ട്. ഈ കളറിന്റെ പേര് നൈട്രോ ബ്ലൂ എന്നാണ്. സ്പ്രിന്റ് വൈറ്റും അസ്ഫാൾട്ട് ബ്ലാക്കും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഡിസൈൻ കാണാൻ മോശമൊന്നും പറയാനില്ല, നന്നായിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ്സും വെയിറ്റ് ഒക്കെ നോക്കിയാൽ 8.2 mm ആണ് തിക്നെസ്. വെയിറ്റ് 188 ഗ്രാമാണ്. സോ ഓവർ വെയിറ്റ് ഒന്നുമില്ല, നന്നായിട്ടുണ്ട് കയ്യിൽ പിടിക്കാനൊക്കെ. ഫോണിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിനു മുമ്പ് ബോക്സിലുള്ള ആ താരത്തിനെ ഒന്ന് കാണാം. ആദ്യത്തെ ഒരു കേസ് കാണുന്നുണ്ട്. അടുത്തതായിട്ട് കേസ് നല്ല ക്വാളിറ്റി തന്നെയാണ്, പതിവായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് മാറ്റി വെച്ചാൽ ചാർജർ 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. അതായത് 5 മിനിറ്റ് കൊണ്ടൊക്കെ 50% ചാർജ് ആവും ഈ ഒരു ഫോണിന്റെ ബാറ്ററി. സോ നല്ല പവർഫുൾ ആയ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് C to C കേബിളും വരുന്നുണ്ട്. സോ ടോട്ടലി പാക്ക് അടിപൊളിയാണ്. പാക്കേജ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് തിരിച്ചു വരാം. Realme GT Neo 3 ഈ ഫോണിന്റെ ഒരു ക്ലോസ് ലുക്ക് നമുക്കൊന്ന് എടുക്കാം. താഴത്തെ സൈഡിൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ്. ഒരു ഹൈബ്രിഡ് സ്ലോട്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടോ ഒന്നും വരുന്നില്ല. തീർച്ചയായിട്ടും മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു പോരായ്മയായിരിക്കും. ഇനി അടുത്തതായിട്ട് മൈക്രോഫോൺ കാണാം, ടൈപ്പ് C പോർട്ട് കാണാം, സ്പീക്കർ ഗില്ല് കാണാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, ടോപ്പ് സൈഡിൽ ഒരു സ്പീക്കർ ഗില്ലും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. മുകളിലും സ്പീക്കർ ഗില്ല് കണ്ടു, അതായത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സൗണ്ട് നല്ല ക്ലിയർ ആണ്, യാതൊരു പതർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റിയർ സൈഡിൽ ക്യാമറ മോഡുകൾ കാണാം. 50 മെഗാ പിക്സലിന്റെ സോണി സെൻസറാണ്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 6.7 ഇഞ്ച് വരുന്ന ഒരു വലിയ AMoled ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, 120 ഹെർട്സിന്റെ. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല വിഷ്വൽ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഡിസ്പ്ലേയുടെ ഭാഗത്തില്ല. 120 ഹെർട്സിന്റെയാണ് ഡിസ്പ്ലേ. നല്ല സ്മൂത്ത് ആയ ഡിസ്പ്ലേയും കൂടിയാണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 94.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതായത് താഴത്തെ ചിന്നും സൈഡിലെ ബോർഡറുകളൊക്കെ വളരെ ചെറിയ അളവിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അവിടെ ന്യൂനതകളൊന്നും കണ്ടില്ല. ആകെ ഓവർവ്യൂ ഡിസ്പ്ലേ എല്ലാം നോക്കി വരുമ്പോൾ ഇവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണുന്നില്ല. സോ അത് ഒരു പോരായ്മയായിട്ട് പറയാം. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല, 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഡിസ്പ്ലേയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഫാസ്റ്റ് ആണ്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. അതേപോലെ തന്നെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് ആണ്, സഫീഷ്യന്റ് ആയ രീതിയിൽ തന്നെ. ഇനി ഇതിന് ഡിസ്പ്ലേയിൽ ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ചിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രെയിം ഇന്റർപോളേഷൻ, കുറച്ച് ഫ്രെയിം റേറ്റ് ഒക്കെ കൂട്ടിക്കാണിക്കുന്ന സംവിധാനം. അതായത് ഒരു ഗെയിം കളിക്കുമ്പോൾ, ഒരു 60 FPS ഗെയിമോ അല്ലെങ്കിൽ നോർമലായ ഒരു ഗെയിം ആണെങ്കിൽ അതിന് കുറച്ച് ഫ്രെയിം കൂട്ടിക്കൊണ്ട് കൂടുതൽ FPS ഉള്ള ഗെയിം കളിക്കുന്ന പോലെ ഇത്തിരി സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഡിസ്പ്ലേ ചിപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഘടകമാണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity, MediaTekന്റെ Dimensity 8100 എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രോസസ്സറാണ്. നല്ല പെർഫോമൻസ് ഈ ഡിവൈസിനുണ്ട്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഒപ്പം തന്നെ Android 12 ആണ്. Realme UI 3.0 വരുന്നുണ്ട്. എല്ലാ ലേറ്റസ്റ്റ് ആയ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് യാതൊരു ലാഗും ഇല്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ GT മോഡ്, അതായത് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് മോഡ് കൂടിയുണ്ട്. അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഗെയിമിങ്ങിലൊക്കെ അടിപൊളി പെർഫോമൻസ് കിട്ടും. പക്ഷേ BGMI കളിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് ഹൈ വരെ കാണുള്ളൂ.
അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇത് മോശമായി പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെ ചിന്തിച്ചു. റിയൽമിയോട് ചോദിച്ചു. റിയൽമി പറഞ്ഞത് താമസിയാതെ തന്നെ ഒരു അപ്ഡേറ്റ് മീഡിയ ടെക് കൊണ്ടുവരുമെന്നാണ്. അതായത് മീഡിയ ടെക് ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ 60 FPS 90 FPS ഇതിലേക്ക് വരും എന്നാണ് റിയൽമിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല. സോ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴേക്ക് സ്മൂത്ത് ഹൈ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് പെർഫോമൻസിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. നല്ല കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഈ ഫോണിന് ഇപ്പോഴേക്ക് വരുന്നില്ല. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ സോണി സെൻസറാണ്. നല്ല ഇമേജുകളാണ് തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും നോർമൽ ഇമേജുകളിലേക്കായാലും ഒക്കെ വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഇമേജുകളിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്കിത് മതിയെന്നുള്ളത് നിങ്ങൾ നോക്കുക. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഇമേജുകൾ, അത് പോർട്രേറ്റ് ആയാലും നോർമൽ ഇമേജ് ആയാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഇമേജ് ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് അത് മെയിൻ ക്യാമറയാണെങ്കിലും സെൽഫി ക്യാമറയാണെങ്കിലും നമുക്ക് തരുന്നുണ്ട്. ഓവറോൾ ഡേ ലൈറ്റിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുകളിലാണെങ്കിലും ഇതിൻ്റെ ഇമേജുകൾ വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. വീഡിയോ ക്ലിപ്പുകളും നല്ല ക്വാളിറ്റിയാണ്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വീഡിയോയിലേക്ക് വരുമ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ നല്ല സ്റ്റേബിളായി സ്മൂത്തായി തന്നെ കിട്ടുന്നുണ്ട്. സോ ക്യാമറയുടെ ഒരു രൂപഘടന ഏകദേശം മനസ്സിലായല്ലോ. നന്നായിട്ടുണ്ട്. ബാറ്ററിയോ 4500 mAh ബാറ്ററിയാണ്. മുമ്പത്തെ വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് 5000 mAh ബാറ്ററി ആയിരുന്നു. അത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മറ്റോ ആയിരുന്നു ആണ് എൻ്റെ ഓർമ്മ. ഇതിൽ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ബാറ്ററി സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് വെച്ച് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 80 വാട്ടിൻ്റെ വേരിയൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി കിട്ടും. ഇത് 150 വാട്ടിൻ്റെയാണ്. ഇതിൽ 4500 mAh ബാറ്ററിയാണ്. സോ ബാറ്ററി 5000 mAh ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു അല്ലേ. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് കരുതാം. സോ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. ഈ ഫോൺ വാങ്ങിച്ച ഉടനെ കൊണ്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ ഫാസ്റ്റായിട്ട് ചാർജ് ആയെന്ന് വരില്ല. ഇതിനകത്ത് സെറ്റിംഗ്സിൽ റാപ്പിഡ് ചാർജിങ് എന്നൊരു സംവിധാനമുണ്ട്. അത് ഓൺ ചെയ്ത് വെച്ചാലാണ് ഈ പറഞ്ഞ പവർഫുള്ളായ ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യുക. 50% ഒക്കെ 5 മിനിറ്റ് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തു. അടിപൊളിയാണ് ഫാസ്റ്റ് ചാർജിങ് സംവിധാനം. ബാറ്ററി ലൈഫിലും യാതൊരു ഇഷ്യൂസും ഇല്ല. നന്നായിട്ടുണ്ട്. ഉപയോഗിച്ചിടത്തോളം കൊണ്ട് വേറെ വലിയ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴേക്ക് കണ്ടിട്ടില്ല. സോ ബാറ്ററിയുടെയും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെയും ഒക്കെ മേഖലയും വളരെ നന്നായിട്ടുണ്ട്. ഇനി 5G ഫോൺ ആണെന്നുള്ളത് മറക്കണ്ട. 5-8 5G ബാൻഡുകൾ, 8ഓളം വരുന്ന 5G ബാൻഡുകളുണ്ട്. സോ 5G ഒന്നും ഒരു ഇഷ്യൂ അല്ല ഈ ഫോണിനെ സംബന്ധിച്ച്. ഇനി ഇത് കൂടാതെ ചില ചെറിയ കാര്യങ്ങൾ, എക്സ് ആക്സിസ് ലിനിയർ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വൈബ്രേഷനൊക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ ക്യാമറ ടു API ലെവൽ 3 ഇല്ല, ഫുള്ളേ ഉള്ളൂ. ലെവൽ 3 കൂടി ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ തേർഡ് പാർട്ടി ക്യാമറ, ഗൂഗിൾ ക്യാമറ പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. സോ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതും ഒരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. വൈഡ് വൻ L1 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സാർ വാല്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.195 ആണ്. ബോഡി സാർ വാല്യൂ 0.936 ആണ്. കരിയർ അഗ്രിഗേഷൻ ഈ സംഗതി ഞാൻ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും കണ്ടില്ല. അവരോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ റിപ്ലൈ എന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഇപ്പോഴേക്ക് അതിൻ്റെ റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. നെറ്റ് മോൺസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷനുകൾ കിട്ടും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സംവിധാനം ഉള്ളതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. ഓവറോൾ ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോരായ്മകൾ, നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ചെറിയ പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഫോൺ അടിപൊളിയാണ്. ഇപ്പോഴേക്ക് ഇതിൻ്റെ പ്രൈസ് എനിക്കറിയില്ല. പ്രൈസും പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പ്രൈസ് കൂടി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്പെക്ക്, അതായത് നമ്മൾ ഇതിൻ്റെ നല്ല വശങ്ങളും പോരായ്മകളും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് നന്നായിട്ടുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർ ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് നോക്കുക. ഒരുപാട് പേർ ഈ മേഖലയിൽ എക്സ്പെർട്ടായ ഒരുപാട് നല്ല മിടുക്കന്മാരായ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരുടെ കമൻറ്റ് താഴെ തീർച്ചയായിട്ടും കാണും. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.